ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഹമ്മദ് ഷഫീഖ് ബി കെ. എടാ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കെമിസ്ട്രി എക്സാമിന് വെയിറ്റ് ചെയ്യാണ്. അതിലുപരി അതിൻ്റെ പേടിയിലാണ്, ടെൻഷനിലാണ് എന്നൊക്കെ സാറിന് അറിയാം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ മാറ്റാനായിട്ട് തീർച്ചയായിട്ടും ഇന്ന് രാത്രി കൃത്യം 7:30 ഇവിടെ നമ്മളുടെ 100% ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മക്കൾ അതിങ്ങനെ കണ്ട് അതിനോടൊപ്പം ഇങ്ങനെ പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും നാളത്തെ എക്സാം സുന്ദരമായിട്ട് എഴുതാം. നിങ്ങൾ പ്രതീക്ഷയിലും എളുപ്പമായിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇന്ന് നിർബന്ധമായിട്ടും എല്ലാ ഫ്രണ്ട്സിനോടൊപ്പം നിങ്ങൾ അവിടെ എത്തണം. ദെൻ നമ്മൾ ഇപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേൾഡ് ഓഫ് കാർബൺ അഥവാ കാർബണിന്റെ ലോകം എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കാരണം ലാസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലേ മക്കളെ. അതാ ഹാഫ് ഇയർലി, ക്വാർട്ടർ ഇയർലി, ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കണേ, ദ വേൾഡ് ഓഫ് കാർബൺ എന്ന് പറയുമ്പോൾ കാർബണിന്റെ വേൾഡ്, കാർബണിന്റെ ലോകം എന്നുള്ളതാണ്. എന്തൊക്കെ അതിൽ മെയിൻ ആയിട്ട് എന്റെ മക്കൾ നോക്കേണ്ടത് നോക്കിയേ. ഓക്കെ, ആദ്യമായിട്ട് നോക്കേണ്ടത് അലോട്രോപ്സ് എന്താണ്, രൂപാന്തരങ്ങൾ എന്താണ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതായത് സെയിം എലമെന്റ് ഹാവിംഗ് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വിത്ത് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളും എന്നാൽ ഒരേ രാസഗുണങ്ങളുമുള്ള രൂപങ്ങളെയാണ് എന്ത് വിളിക്കുക, അലോട്രോപ്സ് അല്ലെങ്കിൽ രൂപാന്തരങ്ങൾ എന്ന് വിളിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എടാ നോക്കിക്കേ, നമുക്ക് ഇവിടെ ഒരു പിക്ചർ മക്കൾക്ക് കാണാൻ പറ്റുന്നല്ലോ. ബെൻടന്റെ പിക്ചറാണ്. ബെൻടൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കാർട്ടൂൺ ആണ് അല്ലേ. ഓക്കെ, ഈ ബെൻടൻ എന്ന് പറയുന്നതിന്റെ വാച്ചിന്റെ ഉള്ളിൽ പല 10ഓളം രൂപങ്ങളുണ്ട്. ഈ കാണുന്ന 10ഓളം ഏലിയൻസിന്റെ രൂപങ്ങളുണ്ട്. മക്കൾക്ക് അറിയാൻ മതിയാവും അല്ലെ. ഓക്കെ, അപ്പൊ ഈ വാച്ച് ഏത് രൂപമാണോ ആ ബെൻടൻ നിൽക്കുന്നത് അതായിരിക്കും ആ ബെൻടൻ ആയി മാറുക. പക്ഷെ ഈ ഓരോ രൂപത്തിന്റെ ഉള്ളിലും ആര് തന്നെയാണ്, ഇയാള് തന്നെയാണ് അല്ലെ, ഈ കാണുന്ന ആള് തന്നെയാണ്. അപ്പോ എല്ലാം ആര് തന്നെയാണ്, ഈ ആള് തന്നെയാണ്. എന്നാൽ കാണാൻ നമുക്ക് വ്യത്യസ്ത രൂപങ്ങളായിട്ട് മാറും എന്നേ ഉള്ളൂ. ഇതേപോലെ നമ്മളുടെ കാർബണിന് ഒരുപാട് രൂപങ്ങളുണ്ട്. എല്ലാം കാർബൺ തന്നെയാണ്, പക്ഷെ കാണാൻ വ്യത്യസ്ത രൂപങ്ങളുണ്ട്. അപ്പൊ കാർബണിന്റെ അലോട്രോപ്സ് ആരൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ പഠിച്ചു വെക്കേണ്ടത് എന്താ, ഡയമണ്ട്, അതേപോലെ ഗ്രാഫൈറ്റ് കേട്ടോ. എന്തൊക്കെയാണ്? ഡയമണ്ടും ഗ്രാഫൈറ്റും ആണ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കേണ്ടത്. അതല്ലാത്ത എക്സാമ്പിൾ വെറുതെ ഓർത്ത് വെച്ചാൽ മതി, ഫുള്ളറീൻ ആൻഡ് ഗ്രഫീൻ ഒക്കെ. എന്തായാലും ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറീന്, ഗ്രഫീന് ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത രൂപങ്ങളിൽ നമ്മുടെ കാർബൺസ് കാണപ്പെടും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡയമണ്ടും ഗ്രാഫൈറ്റും ആണ്. നോക്കാം, ഇവിടെ നിന്ന് ചോദ്യം വരിക എന്താ നോക്കണേ മക്കളെ, അലോട്രോപ്സ് ഓഫ് കാർബണിന് എക്സാമ്പിൾ എഴുതാൻ പറയും. മക്കൾ എന്ത് ചെയ്യണം, ഡയമണ്ട്, ഗ്രാഫൈറ്റ് എഴുതണം. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുക എന്താണ്, അലോട്രോപ്സ് ഓഫ് കാർബൺ ഏതാണെന്ന് ചോദിച്ചിട്ട് താഴെ തരും ഡയമണ്ട് എന്ന് തരും, അയൺ എന്ന് തരും, അല്ലെങ്കിൽ സ്റ്റീൽ എന്ന് തരും. ഇങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യങ്ങളും തന്നിട്ട് അതിന് ഡയമണ്ട് സെലക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് വരിക കേട്ടോ. ഓക്കെ, ഇനി ഡയമണ്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ഡയമണ്ട് വെരി ഹാർഡ് ആണ്, വളരെ കഠിനമായിട്ടുള്ള ഒരു വസ്തുവാണ് എന്ത്, ഡയമണ്ട് എന്ന് പറയുന്നത്, വജ്രം എന്ന് പറയുന്നത് കേട്ടോ. ട്രാൻസ്പാരന്റ്, സുതാര്യമാണ്, അഥവാ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഡയമണ്ടിന്റെ പ്രത്യേകത കിട്ടണമെങ്കിൽ മക്കൾ എന്താ ആലോചിച്ചാൽ മതി, ഡയമണ്ടിനെ ആലോചിച്ചാൽ മതി. അപ്പൊ അതിന്റെ പ്രത്യേകത കിട്ടും, നല്ല കല്ല് പോലെ ഉണ്ട്, അപ്പൊ നല്ല കാഠിന്യമുണ്ട്, നമുക്ക് കണ്ടാൽ അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ട് സുതാര്യമാണ്, ട്രാൻസ്പാരന്റ് ആണ്. വൈദ്യുതി കടത്തിവിടില്ല. ഈ പോയിന്റിന്റെ മക്കൾ നന്നായിട്ട് ഓർത്തു വെക്കണം. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. വൈദ്യുതി കടത്തിവിടില്ല എന്ന് പറയുമ്പോൾ അത് എന്താ കാരണം എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ മക്കളെ നിങ്ങൾ എഴുതേണ്ടത് എന്താണെന്ന് സാറ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഉയർന്ന താപചാലകത, അതായത് നന്നായിട്ട് താപം കടത്തിവിടും. പിന്നെ ഉള്ളതാണ് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഉയർന്ന അപവർത്തനാങ്കം, നന്നായിട്ട് അതായത് ലൈറ്റിനെ ഇതിന്റെ ഉള്ളിലിട്ട് ഇങ്ങനെ കളിപ്പിക്കും. അതുകൊണ്ട് നല്ല തിളക്കം ഉണ്ടാവും എന്തിന്, ഡയമണ്ടിന്റെ യൂസ് എന്താണെടാ, യൂസ് എന്താണെന്ന് വെച്ചാൽ ഓർണമെന്റ്സ് ഉണ്ടാക്കുക, ഗ്ലാസ് കട്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഡയമണ്ടിന്റെ യൂസ് ആയിട്ട് വരിക. ഇനി അടുത്തത് എന്താണ്, ഡയമണ്ടിന്റെ സ്ട്രക്ചർ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് മക്കളെ. ഒരു കാർബൺ ചുറ്റുമുള്ള 4 കാർബണുമായിട്ടാണ് ഡയമണ്ട് എന്ത് ചെയ്യുന്നത്, അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. അതിന് മുമ്പ് എന്റെ മക്കൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണ്, കാർബൺ എന്ന് പറയുമ്പോൾ അതിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. 2,4 ആണ് അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അതിന്റെ വാലൻസി വരിക എത്രയാണടാ, വാലൻസി അഥവാ സംയോജകത വരെ എത്രയാണ്, 4 ആണ്. ചോദിക്കൂ കേട്ടോ, കാർബണിന്റെ സംയോജകത എത്ര എന്ന് ചോദിക്കും. അപ്പൊ 4 എന്ന് എഴുതണം. വാലൻസി ഓഫ് കാർബൺ എത്രയാണ്, 4 ആണ്. അതായത് അതിനർത്ഥം ഒരു കാർബൺ ചുറ്റുമുള്ള 4 ആളുകളുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഓക്കെ, ദെൻ കാർബൺ മറ്റൊരു കാർബണുമായിട്ട് സിംഗിൾ ബോണ്ടും, കാർബൺ മറ്റൊരു കാർബണുമായിട്ട് ഡബിൾ ബോണ്ട്, കാർബൺ മറ്റൊരു കാർബണുമായിട്ട് ട്രിപ്പിൾ ബോണ്ട് പോസിബിൾ ആണ്. ഇത്രയും കാര്യം മക്കൾ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കേ മക്കളെ, അപ്പോ ഡയമണ്ടിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ചുറ്റുമുള്ള 4 കാർബണുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അതിനർത്ഥം ഓരോ കാർബണും ചുറ്റുമുള്ള 4 കാർബണായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 4
വാലൻസിയും ഫുള്ളാവില്ലേ? അതിന്റെ 4 വാലൻസിയും അത് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതായത് ഒരു ഇലക്ട്രോൺ പോലും അതിന് ഫ്രീ ഇല്ല. കാർബണിന്റെ ചുറ്റും ലാസ്റ്റ് 4 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്, ആ 4 ഇലക്ട്രോൺ യൂസ് ചെയ്യുന്നുണ്ട്. യെസ്, ഇതാണ് വൈദ്യുതി കടത്തിവിടാതിരിക്കാനുള്ള കാരണം. അതായത് ഒരു ഇലക്ട്രോണെങ്കിലും ഫ്രീ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വൈദ്യുതി കടത്തിവിടുള്ളൂ, അഥവാ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുള്ളൂ. അപ്പൊ മക്കളോട് ചോദിക്കുകയാണ് എന്ത്, ഈ ഒരു സ്ട്രക്ചർ ഓർത്തു വെക്കുക കേട്ടോ. ഈ സ്ട്രക്ചർ കണ്ടാൽ നിങ്ങൾക്ക് ഇത് എന്തിന്റെ സ്ട്രക്ചറാന്ന് ചോദിക്കും അല്ലേ, വരയ്ക്കാൻ ചോദിക്കൂല, എന്തിന്റെ സ്ട്രക്ചറാന്ന് ചോദിക്കും. അങ്ങനെയാണ് ഈ മക്കൾ എഴുതണം, എന്ത്, ഡയമണ്ട് എന്ന് എഴുതാൻ പറ്റണം കേട്ടോ. അപ്പം എന്തുകൊണ്ടാണ് ഡയമണ്ട് വൈദ്യുതി കടത്തിവിടാത്തത്? ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. വൈ? എന്താണ് കാരണം? ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ. ആബ്സെൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ, ഫ്രീ ഇലക്ട്രോണിന്റെ അഭാവം മൂലമാണ്, സ്വതന്ത്ര ഇലക്ട്രോണിന്റെ അഭാവം മൂലമാണ് ഡയമണ്ട് വൈദ്യുതി കടത്തിവിടാത്തത് കേട്ടോ മക്കളെ. ഓക്കെ, അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഗ്രാഫൈറ്റ്. ഇവിടെ ഗ്രാഫൈറ്റ് കാണുന്നത് നമ്മുടെ പെൻസിലിന്റെ ഉള്ളിലുള്ള ലെഡ് ഒക്കെ ഗ്രാഫൈറ്റ് ആണ് അല്ലേ. ഓക്കെ, സോഫ്റ്റസ്റ്റ് ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ഓഫ് കാർബൺ ആണ്, മൃദുവായിട്ടുള്ള കാർബണിന്റെ അലോട്രോപ്പ് ആണ് ഇത് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകതയാണ് സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി. വളരെ സോഫ്റ്റ് ആണ്, സ്ലിപ്പറി ആണ്, തെന്നി തെന്നി മാറുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കണേ, അതുകൊണ്ട് തന്നെ ഗ്രാഫൈറ്റിനെ ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഗ്രേ ഇൻ കളർ, ചാരനിറമുണ്ട്. കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി ചാലകമാണ്, വൈദ്യുതി കടത്തി വിടുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്തായിരിക്കും? നേരത്തെ ഡയമണ്ട് വൈദ്യുതി കടത്തി വിടുന്നില്ല, കാരണം ഫ്രീ ഇലക്ട്രോൺ ഇല്ല. ഓക്കെ, എന്നാൽ ഇവിടെ വൈദ്യുതി കടത്തി വിടാൻ കാരണം എന്തായിരിക്കും? ഫ്രീ ഇലക്ട്രോൺ ഉണ്ടായതുകൊണ്ട്. ചോദ്യം വരാറുണ്ട്, ഗ്രാഫൈറ്റ് എന്തുകൊണ്ട് വൈദ്യുതി കടത്തി വിടുന്നു? അപ്പം പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ, സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ എന്താ പറയാ, പ്രസൻസ് കാരണമാണ്, സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഉള്ളത് കാരണമാണ്. ഇനി മക്കളെ വേറെ ചോദ്യം വരും, എന്താ, ഗ്രാഫൈറ്റ് ഡയമണ്ട് ഇതുപോലെ കാർബണിന്റെ അലോട്രോപ്സിൽ വൈദ്യുതി കടത്തിവിടുന്ന അലോട്രോപ്പ് ഏതാണ് ചോദിക്കാറുണ്ട്. അപ്പൊ മക്കൾ എഴുതണം, ഏത്, നമ്മളുടെ സ്വന്തം ഗ്രാഫൈറ്റ് കേട്ടോ. ഓക്കെ, റെഡി. നോൺ വളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ബാഷ്പീകരണ ശീലമില്ലാത്ത കാർബണിന്റെ അലോട്രോപ്പ് ആണ് ഇത്, ഗ്രാഫൈറ്റ് കേട്ടോ. അപ്പൊ കുറച്ച് മിക്സ് ആക്കി തന്നിട്ട്, ഗ്രാഫൈറ്റിന്റെയും ഡയമണ്ടിന്റെയും പ്രോപ്പർട്ടീസ് മിക്സ് ആക്കി തന്നിട്ട് നിങ്ങളോട് ചോദിക്കും, എന്ത്, ഇതിൽ ഗ്രാഫൈറ്റിന്റെ ഏത് അല്ലെങ്കിൽ ഡയമണ്ടിന്റെ ഏത് എന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നോക്കണേ, അതിന്റെ യൂസസ് നമുക്കറിയാം. പെൻസിലിന്റെ ലെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെന്താ, ഇലക്ട്രോഡുകൾ. അപ്പൊ ഇത് ഓർത്തു വെക്കുക, ഇലക്ട്രോഡുകൾ, ഡ്രൈ സെല്ലുകളിൽ ഇലക്ട്രോഡ് ഉണ്ടാക്കാനുള്ള കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? അത് ഗ്രാഫൈറ്റ് ആണെന്ന് പഠിച്ചു വെക്കുക. പിന്നെന്താ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, സോളിഡ് ലൂബ്രിക്കന്റ് ആയിട്ട്, ഖരാവസ്ഥയിലുള്ള സ്നേഹകമായിട്ട് ഗ്രാഫൈറ്റിന് ഉപയോഗിക്കും. ഇത് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അതായത് സോളിഡ് ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളാരാ? ഗ്രാഫൈറ്റ് എന്ന് എഴുതാനായിട്ട് സാധിക്കണം. ഖരാവസ്ഥയിലുള്ള സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ആണെന്ന് മക്കൾ എഴുതാനായിട്ട് സാധിക്കണം കേട്ടോ. ഓക്കെ, റെഡി. അടുത്ത നോക്കിയാലോ, ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ എന്താ? എന്താണടാ? മറ്റൊന്നുമല്ല, നമ്മുടെ ഒരു കാർബൺ ചുറ്റുമുള്ള 3 കാർബണുമായിട്ടാണ് ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചറിൽ ജോയിൻ ചെയ്ത് കിടക്കുന്നത്. ഡയമണ്ട്, ഒരു കാർബൺ, ഡയമണ്ടിൽ ഒരു കാർബൺ ചുറ്റുമുള്ള 4 കാർബൺ ആയിരുന്നു, അതുകൊണ്ട് ഫ്രീ ഇലക്ട്രോൺ ഇല്ല. എന്നാൽ ഗ്രാഫൈറ്റിൽ ഒരു കാർബൺ ചുറ്റുമുള്ള 3 കാർബണായിട്ടാണ്, അതുകൊണ്ട് കാർബണിന്റെ ലാസ്റ്റ് വാലൻസിയിൽ ഒരു ഇലക്ട്രോൺ, 4 ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോൺ ഫ്രീ ആണ്. അതുകൊണ്ടാണ് ഗ്രാഫൈറ്റ് എന്ത് കടത്തിവിടുന്നത്? വൈദ്യുതി കടത്തിവിടുന്നത്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കിപ്പോവാം. ഈ ഒരു സ്ട്രക്ചർ കണ്ടാൽ, ഈ ഒരു ചിത്രം കണ്ടാൽ മക്കൾക്ക് ഗ്രാഫൈറ്റ് ആണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇങ്ങനെ ഷീറ്റ് പോലെയുള്ള സ്ട്രക്ചറുകളിൽ പരസ്പരം അടുക്കി വെച്ച പോലെയാണ് ഗ്രാഫൈറ്റ് ഉണ്ടാവുക. ആ ഷീറ്റുകൾ പരസ്പരം ഒന്നൊന്നിന്റെ മേലെ തെന്നി മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ഒന്നൊന്നിനോട് തെന്നി മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ദെൻ അതുപോലെ നിങ്ങൾക്ക് ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചറിൽ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, യെസ്, എന്താണ്, ഗ്രാഫൈറ്റ് വൈദ്യുതി കടത്തിവിടാനുള്ള കാരണം എന്താ? വൈദ്യുത ചാലകമാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ, സ്വതന്ത്ര ഇലക്ട്രോണിന്റെ സാന്നിധ്യം കാരണം എന്ന് മക്കൾ എഴുതി വെക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിട്ടുള്ളത്. ഇനി മക്കളെ, നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാനുള്ളത് നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങനെ ഉണ്ടാക്കുക? നമ്മൾ ഏതെങ്കിലും ഒരു കാർബണേറ്റ് അഥവാ കാൽസ്യം കാർബണേറ്റ് ആക്കാം, അഥവാ മാർബിളോ ചുണ്ണാമ്പോ അല്ലെങ്കിൽ ഇത്തിളോ ഇങ്ങനെയുള്ള മാർബിൾ ആയിക്കോട്ടെ, ചോക്ക് ആയിക്കോട്ടെ. അപ്പൊ കാൽസ്യം കാർബണേറ്റിന് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മിക്സ് ചെയ്താൽ അവിടെ കിട്ടുന്നത് എന്തായിരിക്കും? കാൽസ്യം ക്ലോറൈഡും വാട്ടറും പുറമെ നമ്മളുടെ സ്വന്തം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും കിട്ടും, CO2 ഗ്യാസും കിട്ടും. എന്തൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രത്യേകത മക്കളെ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് മക്കളെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണടാ. കാർബൺ ഡൈ ഓക്സൈഡ്, ഇത് ഉറപ്പാണ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ചുണ്ണാമ്പ് വെള്ളം, ചുണ്ണാമ്പ്
വെള്ളം അല്ലെങ്കിൽ ലൈം വാട്ടർ എന്ന് ഇംഗ്ലീഷിൽ പറയൂലേ, അതിലൂടെ കടത്തി വിട്ടാൽ അത് മിൽക്കി കളറായിട്ട് മാറും, അഥവാ പാൽ നിറമായിട്ട് മാറും എന്നുള്ളത് മക്കൾ മനസ്സിലാക്കി വെക്കുക. അപ്പം ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നത് ഏത് വാതകമാണെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്. അല്ലെങ്കിൽ ലൈം വാട്ടർ ടേൺ മിൽക്കി, അതായത് ലൈം വാട്ടറിനെ മിൽക്കി കളറിലേക്ക് ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് മക്കൾ ഓർത്തു വെക്കുക. ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചോട്ടോ. എൻ്റെ മക്കൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിരിക്കാന്ന് സാറിന് അറിയാം. എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയാത്തൊരു പ്രശ്നമുള്ളൂ. അതാണ് സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോയിന്റ്സ് നല്ല രീതിയിൽ നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ് ഗ്രാഫൈറ്റിന്റെ പ്രത്യേകതകൾ, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രത്യേകതകൾ. ഗ്രാഫൈറ്റ് വായിന്ന് പോയില്ല അല്ലേ? ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിന് കളർ ഉണ്ടോ? ഇല്ലടാ, കളർ ഇല്ല, നിറം ഇല്ല കേട്ടോ, നിറം ഇല്ല, കളർലെസ് ആണ്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തും, അഥവാ നോട്ട് എ സപ്പോർട്ടർ ഓഫ് കമ്പഷൻ ആണ്, ജ്വലനത്തിന് സഹായിക്കൂല. ജ്വലിക്കുന്ന ഒരു സാധനമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, അതിലൂടെ പോയാൽ ജ്വലനം നിൽക്കും. ഓക്കെ, ഗന്ധമുണ്ട്, ഗന്ധമില്ല, മണം ഇല്ല കേട്ടോ, ഓർഡർ ഇല്ല കേട്ടോ. ഓക്കെ, വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണടാ. ഓക്കെ, ഡെൻസർ ദാൻ എയർ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡെൻസിറ്റി വായുവിനേക്കാൾ കൂടുതലാണ് എന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി മക്കളെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. വായുവിനേക്കാൾ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട്, അതായത് സാന്ദ്രത കൂടുതലായതുകൊണ്ട് ഒരിക്കലും കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയിൽ നിന്ന് അധികം മുകളിലോട്ട് പൊന്തി പോവില്ല. അത് ഭൂമിക്ക് ചുറ്റും ഒരു ആവരണമായിട്ട് ഇങ്ങനെ നിലകൊള്ളും. ഇത് എന്തിന് കാരണമാവും? ഭൂമിയിലെ ചൂട് വർദ്ധിക്കാൻ, ഓക്കെ, സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ തിരിച്ചു കടത്തിവിടാതെ ചൂട് വർദ്ധിക്കാൻ കാരണമാവും. ഇതിന് വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് എഫക്ട്. വെരി ഇമ്പോർട്ടന്റ്. എന്താ ഗ്രീൻ ഹൗസ് എഫക്ട്? ഈ പോയിന്റുകൾ കണക്ട് ചെയ്ത് വെക്കുക. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ ഭൂമിയിലെ ടെമ്പറേച്ചർ കൂടുന്ന ആ ഒരു പ്രോസസ്സാണ്, താപനില കൂടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രീൻ ഹൗസ് എഫക്ട് അല്ലെങ്കിൽ ഹരിത ഗ്രഹ പ്രഭാവം എന്ന് വിളിക്കുന്നത്. മക്കളെ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ ഇത് ഈ മാർക്ക് പോക്കരുത് കേട്ടോ. ഓക്കെ, റെഡി? എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ എന്തൊക്കെ പോയിന്റ്സ് ആ വേണ്ടത്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നു, ചൂട് കൂടുന്നു, ഇത്ര മതി കേട്ടോ. റെഡി? ഇനി നോക്കിക്കേ, ആ ഗ്രീൻ ഹൗസ് എഫക്ട് അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവം കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണ് എന്തടാ? നമ്മളുടെ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം എന്ന് വെച്ചാൽ. ഓക്കെ, അതെന്താ കാരണം എന്നറിയോ? ഈ ആഗോള താപനം കൊണ്ടുള്ള ഗ്രീൻ ഹൗസ് എഫക്ട്, ചൂട് കൂടുമ്പോഴുള്ള പ്രശ്നം എന്താ? മഞ്ഞുമലകളൊക്കെ ഉരുകിപ്പോകും. അങ്ങനെ മഞ്ഞുമലകളൊക്കെ ഉരുകിപ്പോകുമ്പോൾ സീ ലെവൽ കൂടും. സീ ലെവൽ കൂടുക പറഞ്ഞാൽ കടൽ നിരപ്പ് കൂടും. അപ്പൊ കടലോര പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി പോകും. പിന്നെ ഭൂമിയിലെ വെള്ളമൊക്കെ വറ്റിപ്പോകും. അതുകൊണ്ട് കൃഷി കാര്യങ്ങളൊന്നും നടക്കൂല. ഭൂമിയിൽ പൊതുവെ മൊത്തമായിട്ട് ചൂട് കൂടും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ മൊത്തത്തിൽ വിളിക്കുന്നതാണ് എന്ത്? ആഗോള താപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്. അപ്പൊ ആഗോള താപനത്തിനും കാരണം എന്താന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതാണ്. കാരണം എന്താ? ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ കാരണം എന്താ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതല്ലേ. അപ്പൊ ഇതിന്റെ കാരണം അത് തന്നെ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, റെഡി? ഇനി അടുത്തത് എന്താണ് മക്കളെ? യെസ്, നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ യൂസസ് ആണ് ഇനി നമ്മൾ നോക്കേണ്ടത്. എന്തൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ യൂസ് ആയിട്ട് നോക്കേണ്ടത്? യെസ്, തീ കെടുത്തു നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അഗ്നിശമനികൾ, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിൽ യൂസ് ചെയ്യാം. പിന്നെന്താണ്? സോഡ മേക്കിങ്ങിൽ യൂസ് ചെയ്യാം. പിന്നെന്താണ്? സോഡിയം ബൈകാർബണേറ്റ് അഥവാ വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡയിൽ യൂസ് ചെയ്യാം. രാസവളങ്ങളുടെ നിർമ്മാണത്തിൽ, കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ നിർമ്മാണത്തിൽ യൂസ് ചെയ്യാം. പിന്നെന്താണ്? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ അഥവാ കൃത്രിമ ശ്വസനത്തിന്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ ഓർത്തു വെക്കേണ്ടത്, സാർ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ അവിടെ നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, കാർബജൻ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് അറിയോ? എന്താണ് കാർബജൻ? 95% ഓക്സിജൻ വാതകവും 5% കാർബൺ ഡൈ ഓക്സൈഡ് വാതകവും തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർബജൻ എന്ന് പറയുന്നത്. ഇത് എവിടെ ഉണ്ടാവുക? ഹോസ്പിറ്റലുകളിലും മറ്റുമൊക്കെ ഓക്സിജൻ സിലിണ്ടറിലാണ് ഈ കാർബജൻ. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, റെഡി? അപ്പൊ കാർബജനെ മറക്കരുത്. അടുത്തത് ഡ്രൈ ഐസ് ആണ്. ഒരു മാർക്കിന് വരാറുണ്ട് ഈ ചോദ്യം. എങ്ങനെയാ വരിക ആ ചോദ്യം എന്നറിയോ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപത്തിന് പറയുന്ന പേര്, സോളിഡ് സ്റ്റേറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന് പറയുന്ന പേരാണെന്ത്? ഡ്രൈ ഐസ്. ഈ ഡ്രൈ ഐസിനെയാണ് നമ്മൾ സ്റ്റേജുകളിലൊക്കെ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ പുക പോലുള്ള എഫക്റ്റിന് വേണ്ടിയിട്ട് സ്റ്റേജുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഡ്രൈ ഐസ് ആയിരിക്കും. ഓക്കെ, റെഡിയാണോ മക്കളെ? പെട്ടെന്ന് ഇങ്ങനെ ടക് 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 എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മെമ്മറിയിലേക്ക് കയറണേ. ഓക്കെ, റെഡി? അടുത്ത എന്താ നമുക്ക് നോക്കേണ്ടത്? അടുത്തത് നോക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, കാർബൺ മോണോക്സൈഡ് ആണ് മക്കളെ. കാർബൺ മോണോക്സൈഡ് എന്താ? കാർബൺ മോണോക്സൈഡ് CO ആണ് കാർബൺ മോണോക്സൈഡ്. മക്കൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാർബൺ ഓക്സിജനുമായിട്ട് കത്തിയിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക. കമ്പഷൻ നടന്നിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക. ഇതേ കാർബൺ തന്നെ ഓക്സിജനുമായിട്ട് കമ്പഷൻ നടന്നാലാണ് എന്തും ഉണ്ടാവുക? കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുക. ഓക്കെ, പക്ഷേ എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം മക്കളെ? നന്നായിട്ട് കമ്പഷൻ നടന്നാൽ, പൂർണ്ണമായിട്ട് ജ്വലിച്ചാൽ, അഥവാ ഫുൾ കമ്പഷൻ നടന്നാൽ, കംപ്ലീറ്റ് കമ്പഷൻ നടന്നാൽ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുള്ളൂ. അത് എപ്പോഴാണ്? ലാർജ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഉണ്ടാവുമ്പോഴാണ് നന്നായിട്ട് കമ്പഷൻ നടക്കുക. എന്നാൽ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണെങ്കിൽ, കുറച്ച് ഓക്സിജനേ ഉള്ളൂ, ആ സമയത്താണ് കാർബൺ കത്തുന്നതെങ്കിൽ അപ്പോഴാണ് എന്തുണ്ടാവുക? കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുക. അപ്പൊ കാർബൺ മോണോക്സൈഡ് എപ്പോഴാണ് ഉണ്ടാവുക?
അപൂർണ ജ്വലനത്തിൽ അഥവാ ഇൻകംപ്ലീറ്റ് കമ്പഷന്റെ ഭാഗമായിട്ടാണ് എന്തുണ്ടാവുക, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുക എന്ന് മക്കൾ പഠിച്ചു വെക്കുക. പോയ്സണസ് ഗ്യാസ് ആണ്, വിഷമാണ് കേട്ടോ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. ഇനി അതിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഓർത്തു വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ മറന്നു പോകരുത്. എന്താണ്? യെസ് ഇവിടെ അവസാനമായിട്ട് സാറ് പറയാണ് എന്താണടാ, കാർബൺ മോണോക്സൈഡിന് ഒരു പ്രശ്നമുണ്ട്. ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഹീമോഗ്ലോബിനുമായി കൂടിച്ചേർന്നാൽ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. ഇത് ശരീരത്തിലെ ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള കഴിവിനെ നശിപ്പിക്കും. അപ്പൊ നമ്മൾ മരിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പൊ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാലുള്ള പ്രശ്നമാണ് പറഞ്ഞത്. എന്തൊക്കെയാ അവിടെ പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്? കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാൽ ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. കാർബണും ഓക്സിജനും ഹീമോഗ്ലോബിനും കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. ഇത് ശരീരത്തിലുള്ള ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്സിജൻ ശ്വസിക്കാനുള്ള കപ്പാസിറ്റി അത് കുറയ്ക്കും. അതുകൊണ്ട് മരണത്തിന് വരെ കാരണമാകും. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം ഇവിടെ സാധാരണ വരാറുണ്ട് മക്കളെ. ഇനി കാർബൺ മോണോക്സൈഡിന്റെ ഉപയോഗത്തിലുള്ള ചോദ്യമാണ്. എന്താണ് ആ ചോദ്യം എന്ന് വെച്ചാൽ ഇതാ, ആദ്യം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് എന്താണ്? വാട്ടർ ഗ്യാസ് എന്താണ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്താണ് എന്നുള്ളതാണ്. ഇതിന്റെ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുമ്പോൾ ആ ഒരു മിക്സറിനെ നിങ്ങൾ നന്നായിട്ട് ഓർത്തു വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളെ, വാട്ടർ ഗ്യാസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്നിട്ടുള്ള മിശ്രിതമാണ്. എന്നാൽ കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്ന മിക്സറാണ് ഇത് പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നു, അതേപോലെ ഗ്യാഷ്യസ് ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യുന്നു. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ഒരു യൂസ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, റെഡിയല്ലേ? കുഴപ്പമില്ലല്ലോ മക്കളെ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുക. ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൈഡ്രോ കാർബണിന്റെ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്താണ്? കാർബണിന്റെ കാറ്റനേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്താണ് കാറ്റനേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഒരു കാർബൺ ചുറ്റും കാർബണുകളുമായിട്ട് നേരെ സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി ആണ്. നേരെ ഇങ്ങനെ ലിങ്ക് ചെയ്ത് ചെയിനുകൾ, എത്ര വലിയ ചെയിനുകൾ ഉണ്ടാക്കാനും കാർബൺ കഴിയും. അതുപോലെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, വലയ രൂപം എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ചെയിൻ അല്ലാതെ വലയ രൂപത്തിലും കാർബൺ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പ്രോസസ് നടത്താൻ പറ്റും കേട്ടോ. ഇങ്ങനെ ജോയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് എന്ത്? കാറ്റനേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ കാർബണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പൊ മക്കളോട് ചോദിക്കാണ്, എന്തുകൊണ്ടാണ് കാർബൺ ഒരുപാട് കോമ്പൗണ്ടുകൾ ഉണ്ടാവാൻ കാരണം? വൈ കാർബൺ ഹാവ് മോർ കോമ്പൗണ്ട്സ് കമ്പയർ ടു അതർ എലമെന്റ്സ്? മറ്റുള്ള മൂലകങ്ങളെ കമ്പയർ ചെയ്ത് ചോദിക്കുമ്പോൾ കാർബൺ എന്തുകൊണ്ടാണ് ഒരുപാട് കോമ്പൗണ്ട് സംയുക്തങ്ങൾ ഉണ്ടാകാൻ കാരണം? അതിന്റെ പ്രത്യേകതകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് വലിയ മാർക്കിന് ചോദിക്കാട്ടോ. എന്താ? കാർബണിന്റെ സംയോജകത 4 അതായത് വാലൻസി 4. അതൊരു റീസൺ. കാരണം 4 വാലൻസി ഉണ്ടായതുകൊണ്ട് ഒരുപാട് ആളുകൾ 4 ആൾക്കാരായിട്ട് ജോയിൻ ചെയ്തൂടെ. അപ്പൊ വെറൈറ്റി ഓഫ് കോമ്പൗണ്ട് ഉണ്ടാക്കാം. പിന്നെന്താ? കാറ്റനേഷൻ. അതായത് കാറ്റനേഷൻ ഇതിനൊരു കാരണമല്ലേ. ഒരു കാർബണുള്ള കോമ്പൗണ്ട് ഉണ്ടാവും, 10 കാർബണുള്ള ഉണ്ടാവും, 20 ഉണ്ടാവും, 30 ഉണ്ടാവും, 40 ഉണ്ടാവും, 1000 ലക്ഷം. അപ്പൊ വെറൈറ്റി ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ കാറ്റനേഷൻ സഹായിക്കുന്നുണ്ട്. പിന്നെ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് സാറ് നേരത്തെ പറഞ്ഞു, അതൊരു കാരണമാണ്. പിന്നെന്താ? ചെയിൻ, നേരെ ചെയിൻ ഉണ്ടാക്കാൻ പറ്റും, വലയ രൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ബ്രാഞ്ചഡ് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് കാർബണിന്റെ ഈ കോമ്പൗണ്ടുകൾ ഒരുപാട് ഉണ്ടാവാനുള്ള റീസൺ. ഇത്രയാണ് മക്കളെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ. ഇത് സാറ് വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. ചോദ്യം ഇവിടെ ചോദിക്കുന്നു, അത് സാറ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ മക്കൾ ഭയക്കേണ്ടതില്ല. എങ്ങനെയൊക്കെയാ ചോദ്യം വരിക, സാർ ചോദ്യം വന്നാൽ ഞങ്ങൾക്ക് കിട്ടുമോ, അങ്ങനെയൊക്കെ ഉള്ളവര് മാക്സിമം ഇന്ന് വൈകിട്ട് 7:30 ലൈവില് വന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാം പക്ക ക്ലിയർ ആക്കി തരാം മക്കളെ. എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്. ഒരിക്കലും നമ്മൾ തളരരുത്. നിങ്ങളൊപ്പം ഞങ്ങളുണ്ട്. അപ്പോ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ആ ലൈവില് വെയിറ്റ് ചെയ്യും. ആ മെഗാ മാരത്തോണിൽ നിങ്ങൾ എല്ലാവരും വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്.